അക്കിയോ ലൈഫ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡെയിലി യൂസ് പ്രൊഡക്റ്റാണ്. യെസ്, ഇറ്റ്സ് അഗാറോസ് കോസ്മിക് ലൈറ്റ് ടൂത്ത് ബ്രഷ്. ഇതൊരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ആണ്. ബോക്സിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ടൂത്ത് ബ്രഷിൻ്റെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അതല്ലാതെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൈനാമിക് ക്ലീനിങ് ബൈ സോണിക് ടെക്നോളജി, IPX7 റേറ്റഡ് വാട്ടർ പ്രൂഫ് ആണ്. അതല്ലാതെ റീചാർജബിൾ ആണ്. ഇതിൻ്റെ അകത്ത് 6 ക്ലീനിങ് മോഡ്സ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി, ലോ ഇൻറ്റൻസിറ്റി, സെൻസിറ്റീവ് കെയർ, മീഡിയം ഇൻറ്റൻസിറ്റി, അതല്ലാതെ ഗം കെയർ, പിന്നെ ഡീപ്പ് കെയർ. പിന്നെ മറ്റേ സൈഡ് നോക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. DC 3.7 വോൾട്ട് പവേർഡ് ആണിത്. അതല്ലാതെ ചാർജിങ് ടൈം ഒരു 3.5 hours എന്നാണ് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത്. യൂസേജ് ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ 20 ഡേയ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇവർ പറയുന്നത്. 2 minutes നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുവാണെങ്കിൽ. സോ അത് വളരെ ഒരു ബിഗ് ക്ലെയിം ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് MRP എഴുതിയേക്കുന്നത് കാണാം. 2000 രൂപ ആണ്. 1999 rupees ആണ് ഇതിൻ്റെ MRP ഇവർ കൊടുത്തേക്കുന്നത്. സോ ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആണ്. ഇവരിത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ ഈ സൈഡിൽ ബോക്സ് കണ്ടൻറ്റ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഹാൻഡിൽ, അത് കഴിഞ്ഞിട്ട് 3 ഡിപ്പോണൻറ്റ് ബ്രഷ് ഹെഡ്സ്, 1 ഇൻട്രഡെൻറ്റൽ ഹെഡ്, 1 മൈക്രോ USB ചാർജിങ് കേബിൾ, 1 പ്രൊട്ടക്ഷൻ ക്യാപ്പ്. അതല്ലാതെ ഇൻസ്ട്രക്ഷൻ മാനുവലും വാറൻറ്റി കാർഡും. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 QR കോഡ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു QR കോഡ് കൊടുത്തേക്കുന്നതിൻ്റെ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ 6 months എക്സ്റ്റെൻഡഡ് വാറൻറ്റി നമുക്ക് ക്ലെയിം ചെയ്യാം ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട്. രണ്ടാമത്തെ QR കോഡ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് അല്ലാതെ കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. ഓൺ ദ ബാക്ക് സൈഡ് അഗാറോ എന്ന് വലിയതായിട്ട് എഴുതിയേക്കുന്നത് കാണാം നിങ്ങൾക്ക്. സോണിക് ടെക്നോളജി അപ് ടു 38,500 strokes per minute. അപ്പം അത് വലിയൊരു നമ്പറാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അതല്ലാതെ 4 മെയിൻ ഫീച്ചേഴ്സ് ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേവ്ഡ് ബ്രിസിൽസ്, പിന്നെ സ്മാർട്ട് ടൈമറിൻ്റെ ഒരു ഫീച്ചർ ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി എവറി 30 seconds ഇത് ഒരു ചെറിയൊരു പോസ് എടുക്കും നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ദാറ്റ് വി നീഡ് ടു ചേഞ്ച് ദ ബ്രഷിംഗ് സ്പോട്ട്. അതല്ലാതെ കറക്റ്റ് 2 minutes ആയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകും. അപ്പം അത് വളരെ ഒരു നല്ല സ്മാർട്ട് ടൈമർ ഫീച്ചറാണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈസി ചാർജിങ്, അത് വേറെ ഒരു ഫീച്ചർ ഇവർ പറഞ്ഞേക്കുന്നത്. USB ചാർജിങ് വെച്ച് നമുക്ക് ഇത് റീചാർജ് ചെയ്യാവുന്നതാണ്. റീചാർജബിൾ ബാറ്ററീസിൻ്റെ കൂടാണ് വരുന്നത്. സോ ദാറ്റ്സ് എ വെരി ഹാൻഡി ഫീച്ചർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത് റീപ്ലേസബിൾ ബ്രഷ് ഹെഡ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 3 ടോട്ടൽ ബ്രഷ് ഹെഡ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ബ്രഷ് ഹെഡ്സ് റീപ്ലേസബിൾ ആയതുകൊണ്ട് കാരണം നമുക്ക് ഈ ബ്രഷ് ഹെഡ്സ് കേടാകുമ്പം കംപ്ലീറ്റ് ടൂത്ത് ബ്രഷ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രഷ് ഹെഡ്സ് മാത്രം നമുക്ക് സെപ്പറേറ്റ്ലി റീപ്ലേസ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും എളുപ്പം നമുക്ക് ഈ ബോക്സിൻ്റെ സീല് തുറക്കാം. എന്നിട്ട് ബോക്സിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാം. സോ ഐ ബ്രിങ് മൈ ട്രസ്റ്റി ഓൾഡ് നട്രാജ് കട്ടർ. എന്നിട്ട് നമുക്ക് എളുപ്പം ഇതിൻ്റെ അകത്ത് തുറക്കാം. സോ ഹിയർ വി ഹാവ്, ഇത് ഒരു പ്ലാസ്റ്റിക് ട്രെയിൻ്റെ അകത്താണ്. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവലും വാറൻറ്റി കാർഡും കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് ലുക്ക് ഓൺ ദ വാറൻറ്റി കാർഡ്. സോ ദിസ് ഈസ് ദ 1 step രജിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ട്. സോ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാറൻറ്റി സ്റ്റാർട്ട് ആകും. പിന്നെ അതല്ലാതെ കൊടുത്തേക്കുന്നത് മാനുവലാണ്. മാനുവലിൻ്റെ അകത്ത് ടൂത്ത് ബ്രഷിൻ്റെ ബട്ടണിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും ലൈറ്റ്സിനെ കുറിച്ചും USB പോർട്ടിനെ കുറിച്ചും ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മാനുവൽ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. മാനുവലിൻ്റെ ലാസ്റ്റ് പേജിൽ നമുക്ക് അഗാറോയുടെ വേറെ പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അഗാറോ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ കൂടുതലും വാക്യൂം ക്ലീനേഴ്സും അതല്ലാതെ ട്രെഡ്മില്ലൊക്കെയാണ് അഗാറോയുടെ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കണ്ണടച്ച് നമ്മൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തത്. ഇത്രയും നല്ലൊരു പ്രൈസ് പോയിന്റ് വേറെ ടൂത്ത് ബ്രഷ് നമുക്ക് ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സിൻ്റെ കൂടെ കിട്ടുന്നില്ലായിരുന്നു. സോ എന്തായാലും നമുക്ക് ഈ ട്രേ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ മെയിൻ ടൂത്ത് ബ്രഷിൻ്റെ യൂണിറ്റ് ഉണ്ട്. അതല്ലാതെ ഇവിടെ നമ്മുടെ റീപ്ലേസബിൾ ഹെഡ്സും പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ മെയിൻ ടൂത്ത് ബ്രഷ്, ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിൻ്റെ ഈ ഒരു ഹാൻഡിലാണ്. ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണ് മോട്ടേഴ്സും അതല്ലാതെ ബാറ്ററീസും
പിന്നെ ഈ ബട്ടനും ഒക്കെ കൊടുത്തേക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ബട്ടൺ പ്രസ് ചെയ്തപ്പം ഇതിൻ്റെ ഈ മെയിൻ സ്റ്റോക്ക് നല്ലതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു വൈബ്രേഷൻ നല്ലൊരു വൈബ്രേഷനാണ്, നല്ല ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വൈബ്രേഷനാണ്. നമുക്ക് ഈ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി ഒക്കെ ഡിഫറെൻറ്റ് മോഡ്സിൽ കൂടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ ഇവിടെ താഴെ ജസ്റ്റ് നമ്മുടെ പവർ ബട്ടൻ്റെ താഴെ LED ലൈറ്റ്സ് ഉണ്ട് ബാറ്ററി ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഇനി ബാക്കി വരുന്ന കണ്ടൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് എളുപ്പം ഓപ്പൺ ചെയ്യാം. സോ നെക്സ്റ്റ് കണ്ടൻറ്റ് ഇസ് ദിസ് വൈറ്റ് ചാർജിങ് കേബിൾ. സോ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് കേബിൾ നമ്മുടെ മൈക്രോ USB ആണ്. അപ്പോൾ പഴയ നമ്മുടെ ഫോൺസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോ USB ചാർജിങ് പോയിൻ്റ് ആണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് 3.5 hours കൊണ്ട് കംപ്ലീറ്റ് ചാർജ് ആകും. കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മൈക്രോ USB പോർട്ടാണ് ചാർജിങ്ങിന് വേണ്ടി കൊടുത്തേക്കുന്നത്. ഇതൊരു Type-C ആയിരുന്നെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിരുന്ന കാര്യങ്ങൾ. കാരണം ഇപ്പം മിക്കവാറും ഉള്ള ഡിവൈസുകളൊക്കെ Type-Cയിലോട്ടാണ് മൂവ് ആകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് സെപ്പറേറ്റ്ലി ഒരു കേബിൾ ക്യാരി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ ഒരു നല്ല ബാറ്ററി ബാക്കപ്പാണ്. കമ്പനി 20 days ബാറ്ററി ബാക്കപ്പാണ് ക്ലെയിം ചെയ്യുന്നത് ഓൺ എ റെഗുലർ യൂസ്. നിങ്ങൾ ഒരു ദിവസം 2 മിനിറ്റ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 ദിവസം ഇത് ഈസിലി ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കമ്പനി ക്ലെയിം ചെയ്യുന്ന ആ ഒരു ബാറ്ററി ബാക്കപ്പിനെ കാട്ടി ഒത്തിരി കൂടുതൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കാഴ്ചവെക്കുന്നുണ്ട്. സോ ഞാൻ ഈ ടൂത്ത് ബ്രഷ് 2 നേരമാണ് യൂസ് ചെയ്യുന്നത്, ഇൻ ദ മോർണിംഗ് വൺസ് ആൻഡ് ഇൻ ദ നൈറ്റ് വൺസ്. അപ്പം 2 minutes ആ ഒരു റൺ ടൈം ഓൾമോസ്റ്റ് 2 minutes കൂടുതലായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാലും ഈ ഒരു നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ടൂത്ത് ബ്രഷ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഇത് മാസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സോ ഓൺ ദ ബാറ്ററി ബാക്കപ്പ് ആൻഡ് ദ കമ്പനി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പക്ഷേ ഇതിൻ്റെ അകത്ത് മൈക്രോ USB ആ ഒരു പോർട്ട് കൊടുത്തെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ സെപ്പറേറ്റ് ചാർജർ കരുതേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്രത്തോളം നല്ലതാണ്. അതല്ലാതെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതുപോലത്തെ കുറേ റീപ്ലേസിബിൾ ഹെഡ്സ് ആണ്. സോ ഈ ഹെഡ്സിൻ്റെ ബ്രിസിൽസ് നമ്മുടെ നോർമൽ ടൂത്ത് ബ്രഷിൻ്റെ കൂട്ട് തന്നെയാണ്. സോഫ്റ്റ് നൈലോണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിസിൽസ് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് വെയർ ഓഫ് ആകാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് വെരി സോഫ്റ്റ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോർമൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന പോലത്തെ ബ്രിസിൽസ് തന്നെയാണ്. അപ്പം നമ്മളൊരു 2-3 മാസം ഈ ഒരു ബ്രഷ് ഹെഡ് ഉപയോഗിച്ച് കഴിയുമ്പം ഇത് വെയർ ഓഫ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇത് സ്വാപ്പ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഒരു ഹെഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പവർ ഓൺ ചെയ്തപ്പോൾ തന്നെ എത്ര ഫാസ്റ്റായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ ടീത്തിനെ ക്ലീൻ ചെയ്യാൻ ഒത്തിരി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്, റൈറ്റ്? അതുപോലെ തന്നെ ടോട്ടൽ 3 heads ആണ് നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ഇതിൻ്റെ അകത്ത് തന്നേക്കുന്നത്. ഇത് നമ്മളെ ഇൻ്റർ ഡെൻറ്റൽ, അതല്ലാതെ ഇൻ്റർ ഗംസ്. ഇത് നമ്മുടെ ഗംസിൻ്റെ ഇടയ്ക്കും അതല്ലാതെ പല്ലിൻ്റെ ഇടയ്ക്കും പ്രോപ്പർ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇവർ ഇതിൻ്റെ അകത്ത് തന്നേക്കുന്നത്. സോ വളരെ കെയർഫുള്ളായിട്ട് ആണ് അഗാറോ ഇതിൻ്റെ അകത്ത് കൂടെ തരുന്ന അക്സസറീസൊക്കെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ വളരെ ഒരു നല്ല പ്രൊഡക്റ്റാണ് അഗാറോ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യാപ്പും കിട്ടുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ടൂത്ത് ബ്രഷിൻ്റെ ഹൈജീനിനെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ള ഒരു മൂവാണ് സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടേ ഞാൻ കരുതത്തുള്ളൂ. ഒത്തിരി ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ട്രഡീഷണൽ ടൂത്ത് ബ്രഷും ഈ ഒരു ടൂത്ത് ബ്രഷിലും എന്തുവാ ഡിഫറൻസ്, നിങ്ങൾക്ക് എന്തുവാ അത്രയ്ക്ക് ലേസി ആയോ, നിങ്ങൾ ടൂത്ത് ബ്രഷ് വരെ ഇലക്ട്രോണിക് ആക്കാനുള്ള സമയമായോ, ഇത് കലിയുഗമാണോ, അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ച്. സോ ടൂത്ത് ബ്രഷ് അപ്പം അതിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ സാധാരണ എന്നും രാവിലെ എണ്ണിച്ച് പല്ല് തേക്കുന്നത് അത് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ഹാബിറ്റാണ്, അത് നല്ലൊരു റിച്വലാണ്. ചിലർ രാവിലെ ഒരു നേരം തേക്കും, ചിലർ രാവിലെയും വൈകിട്ടും തേക്കും. സോ
ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്തെടുക്കണം. അത് നല്ലൊരു ഹാബിറ്റ് തന്നെയാണ് ഫോർ യുവർ ഓറൽ ഹെൽത്ത്. പക്ഷേ നമ്മൾ നോർമൽ ഒരു ട്രഡീഷണൽ ബ്രഷിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ മിക്കവാറും ബ്രഷിങ് ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് 2 to 5 minutes ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ആ 2 to 5 minutes നമുക്ക് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം ക്ലീനിങ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഒരു ട്രഡീഷണൽ ടൂത്ത് ബ്രഷ് പുട്ട് ചെയ്യുന്ന ആ ഒരു എഫേർട്ട് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിൽ തന്നെയും കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാലും ക്ലീനിങ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ആ ഒരു ക്വസ്റ്റ്യൻ ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞെന്ന്. എന്തായാലും ഓറൽ ഹൈജീൻ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ചിലവർ ഒരു നേരം ബ്രഷ് ചെയ്യും, ചിലവർ 2 നേരം ബ്രഷ് ചെയ്യും. സോ ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ടൂത്ത് ബ്രഷിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിലോട്ട് മൂവ് ആകുകയാണെങ്കിൽ നമ്മൾ ആ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സെയിം ടൈമിംഗ് കൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ഇൻ ദ ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ആർ ഓറൽ ഹെൽത്ത്. അപ്പം എന്തായാലും നല്ലൊരു പുഞ്ചിരിയുടെ കൂടെ നമ്മളെല്ലാവരും ചിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യാം. സോ ഞാൻ ഇവിടെ പ്രോപ്പർ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇതിൻ്റെ പവർ ബട്ടൺ ഞാൻ ഞെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ LED ബൾബ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര ബാറ്ററി ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പം ബാറ്ററി ലെവൽ ഒത്തിരി കുറവാണ്. സോ നമുക്ക് എളുപ്പം ഇതൊന്ന് ചാർജിങ് കുത്തി വെച്ച് നോക്കാം. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് മൈക്രോ USB കണക്ടറാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഈ മൈക്രോ USBൻ്റെ കേബിൾ കൊണ്ട് നടക്കേണ്ടി വരും. സോ ഇത് ഞാൻ നമ്മുടെ OnePlusൻ്റെ ഒരു അഡോപ്റ്ററിലോട്ട് കുത്തിയേക്കുവാണ്. ഇനി നമുക്ക് ഇതിന് താഴത്തെ ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്ത് ചാർജിങ് ചെയ്യാം. കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്ട് ആയപ്പോഴേ നിങ്ങൾക്ക് കാണാം ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ, ചാർജിങ് സ്റ്റേറ്റസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 3.5 hours കംപ്ലീറ്റ് ചാർജ് ആകും. കംപ്ലീറ്റ് ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു മാസം ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സോ അത് നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഈ അഗാരോ നമുക്ക് തരുന്നത്. സോ അതൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടാൻ ഭയങ്കര പാടാണ്. സോ എന്തായാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി എളുപ്പം ഈ ഒരു ടൂത്ത് ബ്രഷ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ ആംവേയുടെ ഗ്ലിസ്റ്റർ എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എളുപ്പം ഇതിൻ്റെ ബ്രഷ് ഹെഡിൻ്റെ മുകളിലോട്ട്, നമ്മുടെ ബ്രഷ് ഹെഡ് കുറച്ച് വെറ്റാണ്. സോ ബ്രഷ് ഹെഡിൻ്റെ മുകളിലോട്ട് നമുക്ക് എളുപ്പം കുറച്ച് ടൂത്ത് പേസ്റ്റ് വരട്ടാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മൾ ഇപ്പം വൈബ്രേഷൻ ഓൺ ആക്കുകയാണെങ്കിൽ ഈ ടൂത്ത് പേസ്റ്റ് എല്ലാം തറയിൽ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം ഈ ടൂത്ത് ബ്രഷ് വായിലോട്ട് വെക്കണം, എന്നിട്ട് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ സിംപ്ലി നമ്മൾ യൂഷ്വലി നമ്മുടെ ബ്രഷ് ഉപയോഗിക്കുന്നത്തെ ആ ഒരു മോഷൻ നമ്മൾ ചെയ്യണം. സോ അതിൻ്റെ കൂടെ ഇത് ഡബിൾ ക്ലീനിങ് ആണ്. ഇപ്പം നമ്മുടെ എഫേർട്ടും ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഈ ബ്രഷ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു എഫേർട്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. 2 മിനിറ്റ് നിങ്ങൾ 2 മിനിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ടൂത്ത് ബ്രഷ് ഓഫ് ആകുന്നതായിരിക്കും. അതല്ലാതെ ഇതിൻ്റെ അകത്ത് 6 ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ആ പവർ ബട്ടൺ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഞെക്കുകയാണെങ്കിൽ വേറെ മോഡ്സിലോട്ടൊക്കെ നമുക്ക്
ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഹൈ ഇൻറ്റൻസിറ്റി മോഡായിരിക്കും ഇഷ്ടം, ചിലർക്ക് മീഡിയം അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി മോഡായിരിക്കും. അതല്ലാതെ ഇതിൻ്റെ അകത്ത് സെൻസിറ്റീവ് കെയർ മോഡ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് ടീത്തിൻ്റെ ആ ഒരു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് സെൻസിറ്റീവ് കെയർ മോഡിലോട്ട് ഇട്ടിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ടെക്നോളജി വരുന്ന അനുസരിച്ച് ടെക്നോളജിയുടെ കൂടെ നമ്മളും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ ഒരു ട്രഡീഷണൽ ടൂത്ത് ബ്രഷിൽ നിന്ന് ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷിലോട്ട് മൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സ് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നോർമലി നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പം അത്രത്തോളം ക്ലീനിങ് നമുക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഓവറോൾ ഓറൽ ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഏർലിയർ ഞാൻ എന്നും റെഗുലർലി മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതായിരുന്നു. ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തേ പിന്നെ മൗത്ത് വാഷും എനിക്ക് കുറച്ചേ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. കാരണം ആ വായിന്ന് വരുന്ന ആ ഒരു ഫൗൾ സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ്സ് ഒന്നും നമുക്ക് വരത്തില്ല. കാരണം നമ്മുടെ ക്ലീനിങ് ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കുവാണ് ഈ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ. പുറകിലൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓവറോൾ ഓറൽ ഹെൽത്ത് കുറച്ചുകൂടെ ഇംപ്രൂവ് ആകുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ മേഡ് സം സെൻസ്. നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് മേടിക്കാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഗാറോ കോസ്മിക് ലൈറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഒരു ട്രസ്റ്റഡ് പേരാണ്. അതല്ലാതെ ഓറൽ ബീൻ്റെയും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പുതിയൊരു ടൂത്ത് ബ്രഷ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് റീചാർജബിൾ ആണ്, പക്ഷേ അത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷാണ്. അതല്ലാതെ അതിൻ്റെ ബ്രിസിൽസിൻ്റെ ഫുട് പ്രിൻറ്റ് വളരെ ചെറുതാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് ഓർഡർ ചെയ്യാവൂ. പിന്നെ ഫിലിപ്സിൻ്റെ കാറ്റഗറിയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഫിലിപ്സിൻ്റെ ഓൾമോസ്റ്റ് 2000+ റുപ്പീസിലായിരിക്കും നിങ്ങൾക്ക് ടൂത്ത് ബ്രഷസ് കിട്ടുന്നത്. അപ്പം നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ടു ബിഗിൻ വിത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അഗാറോ ഇസ് ദ റെക്കമെൻഡഡ് വൺ. അതല്ലാതെ മാർക്കറ്റിൽ കുറേ ചീപ്പ് ഓപ്ഷൻസ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ഉണ്ട്. ആൾക്കാർ ഇതൊന്നും അറിയാതെയാണ് അത് ഓർഡർ ചെയ്യുന്നത്. സോ ഫോറ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. അതല്ലാതെ വേറെ കുറേ റാൻഡം കമ്പനീസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഒന്ന് ആമസോണിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഓറൽ ബീൻ്റെ സെയിം ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓറൽ ബി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഓറൽ ബ്രാൻഡാണ്. അപ്പം പക്ഷേ ഓറൽ ബീൻ്റെ ഈ ഒരു ടൂത്ത് ബ്രഷ് സെയിം പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടുന്നത് അതിൻ്റെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബ്രിസിലാണ്. അത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രിസിലാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലീനിങ് മെത്തഡാണ്. പക്ഷേ അതിൻ്റെ ആ ബ്രിസിലിൻ്റെ ഫുട് പ്രിൻറ്റ് വളരെ ചെറുതാണ് കമ്പയർ ടു ഈ അഗാറോയുടെ ഫുട് പ്രിൻറ്റ്. അതിൻ്റെ ആ ബ്രിസിൽസിൻ്റെ ഫുട് പ്രിൻറ്റ് കുറച്ചുകൂടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ എളുപ്പം നമുക്ക് ഒത്തിരി ഏരിയ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. റൈറ്റ്. അപ്പോൾ ഫോറ ടൂത്ത് ബ്രഷിനെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞത്. സോ ഇത് സിംപ്ലി ഇവിടെ പറയുന്നുണ്ട് 2 മോഡ്സേ ഉള്ളൂ. അതല്ലാതെ AAA പവേർഡ് 90 days ബാറ്ററി ലൈഫ് എന്നാണ് അവർ പറയുന്നത്. ചീപ്പായിട്ടുള്ള ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഉണ്ടാക്കുന്നത്. അവരുടെ പ്രൈസ് ചീപ്പായിരിക്കും, പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും അതൊന്നും റീചാർജബിൾ ബാറ്ററീസിൻ്റെ കൂടെയല്ല വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡിസ്പോസിബിൾ പെൻസിൽ സെൽസ് ഇടേണ്ടി വരുമായിരിക്കും. സോ എവറി 30 days ആ ഡിസ്പോസിബിൾ പെൻസിൽ സെൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ അകത്ത് ഇടണം, പഴയത് റീപ്ലേസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇതുപോലത്തെ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നോക്കേണ്ടത് വളരെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഗാറോയിൻ്റെ കോസ്മിക് ലൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് റീചാർജബിൾ ബാറ്ററീൻ്റെ കൂടെയാണ് വരുന്നത്. അതല്ലാതെ കമ്പനി ക്ലെയിം ചെയ്യുന്നതിനെ കാട്ടി ഒത്തിരി കൂടുതലാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വിൻ വിൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഞാനിനി കോൺസ്റ്റൻ്റ്ലി
കുറേ വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. സോ Accio Life Malayalam is all about everything that makes our lives happier. So all the consumer goods, I will review it for you. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. And all your valuable feedback would be taken in account. Till then, this is Akshay signing off. You are watching Accio Life Malayalam.